Welcome to BSc Complementary Physics, Semester 4. Paper name is Atomic Physics, Quantum Mechanics and Electronics. We start our class today. Unit 1, Atomic Physics. Basic features of Bohr atom model. Bohr atom model of H atom. We can say in that manner. We study H atom and we apply it to other atoms, higher atoms, like helium, lithium, etc. So the essay question is, the type question is, state the postulates of Bohr model of H atom, derive expressions for orbital speed, orbital radius and orbital energy of H atom. You see the question once again, state the postulates of Bohr model of H atom, derive expressions for orbital velocity. Orbital velocity is also called orbital speed, orbital radius and orbital energy. So we start with the postulates of Bohr model of H atom. Bohr, BOHR, B is capital. Number 1, specified orbits. First postulate is about specified orbits. Electrons cannot revolve in all possible orbits, but only in specified orbits satisfying quantum conditions. അപ്പോൾ നമ്മൾ ബോർ ആറ്റം മോഡൽ ആരംഭിക്കുകയാണ്. നമുക്കറിയാം പല ആറ്റം മോഡലുണ്ട്. ഈ ആറ്റം മോഡലിൻ്റെ ചരിത്രം തുടങ്ങുന്നത് തോംസൺസ് മോഡൽ വെച്ചിട്ടാണ്. തോംസൺസ് മോഡലുണ്ട്, റൂദർഫോർഡ് മോഡലുണ്ട്, ബോർ ആറ്റം മോഡലുണ്ട്, സോമർഫെൽസ് മോഡലുണ്ട്, വെക്ടർ ആറ്റം മോഡലുണ്ട്. അങ്ങനെ കുറേ ആറ്റം മോഡൽസ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് വെക്ടർ ആറ്റം മോഡൽ. ആ വെക്ടർ ആറ്റം മോഡലിൻ്റെ ആദ്യകാലത്തുള്ള ഒരു മോഡലാണ് ഈ ബോർ മോഡൽ. അപ്പോൾ ബോറിൻ്റെ കോൺട്രിബ്യൂഷൻ കുറേ വെക്ടർ ആറ്റം മോഡലിനകത്തുണ്ട്. അപ്പോൾ ബോർ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ, ആറ്റം മാതൃക തയ്യാറാക്കിയത് 4 അടിസ്ഥാന പ്രമാണങ്ങളെ ആസ്പദമാക്കിയാണ്. 4 പോസ്റ്റ്ലേറ്റ് ബേസിക് ഐഡിയ. അപ്പോൾ 4 ബേസിക് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബോർ ആറ്റം മോഡൽ തയ്യാറാക്കിയത്. അത് ഒന്നാമത്തത് ഈ സ്പെസിഫൈഡ് ഓർബിറ്റ്. ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സഞ്ചാരപഥം. ഇലക്ട്രോൺസ് എല്ലാം ആറ്റത്തിൽ ഒരു പ്രത്യേക പാത്തിലാണ് പോകുന്നത് അദ്ദേഹം പറയും. ഈ ഓർബിറ്റുകൾ കോർഡിനേറ്റ് ചെയ്യും. പണ്ട് റൂദർഫോർഡ് മോഡലിൽ ഓർബിറ്റുകൾ കണ്ടിന്യൂസ് സ്പൈറൽ പാത്ത് എന്നാണ് വിചാരിച്ചിരുന്നത്. അത് മാറ്റി ബോർ പരിഷ്കരിക്കും. ബോർ പറയും ഓരോ ഓർബിറ്റും പ്രത്യേകം സർക്കിൾസ് ആണ്, അല്ലെങ്കിൽ സർക്കുലർ ഓർബിറ്റാണ് എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺസ് കനോട്ട് റിവോൾവ് ഇൻ ഓൾ പോസിബിൾ ഓർബിറ്റ്സ് ബട്ട് ഓൺലി ഇൻ സ്പെസിഫൈഡ് ഓർബിറ്റ്സ് സാറ്റിസ്ഫൈങ് ക്വാണ്ടം കണ്ടീഷൻസ്. ഇലക്ട്രോണിന് ഒരു ആറ്റത്തിൽ, ഇപ്പോൾ എച്ച് ആറ്റം എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും ഫസ്റ്റ് ഓർബിറ്റിൽ ഒരു ഒരു ഇലക്ട്രോണും. ഓർബിറ്റ് എത്ര വേണമെങ്കിലും വിചാരിക്കാം നമുക്ക്. ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, അങ്ങനെ എത്ര ഓർബിറ്റ് വേണമെങ്കിലും എച്ച് ആറ്റത്തിൽ വിചാരിക്കാം. ഈ സിംഗിൾ ഇലക്ട്രോണിന് ഒരു പ്രത്യേക ഓർബിറ്റിന് മാത്രമേ ചലിക്കാൻ പാടുള്ളൂ, മറ്റു ഓർബിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എച്ച് ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ഓർബിറ്റാണ് വരയ്ക്കുന്നത്, പക്ഷെ ഒരു ഓർബിറ്റ് അല്ല, നമ്പർ ഓഫ് ഓർബിറ്റ്. നിങ്ങൾ പഠിച്ചു കാണും ലൈമൻ സീരീസ്, ബാൽമൺ സീരീസ്, പാഷണൽ സീരീസ് ഒക്കെ എച്ച് ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ സീരീസാണ്. ഇപ്പോൾ ലൈമൻ സീരീസ് പറയുമ്പോൾ അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പറയുന്നത് N=2, 3, 4 എക്സെട്ര ഓർബിറ്റിൽ നിന്ന് N=1 ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് ലൈമൻ സീരീസ് ലൈൻസ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. Lines in the Lyman series are emitted if an electron jumps from orbits of quantum numbers 2, 3, 4 etc. to the innermost orbit of quantum number 1. അപ്പോൾ 2, 3, 4 തുടങ്ങിയ ഓർബിറ്റിൽ നിന്ന് ഒന്നാമതിലേക്ക് ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ ഉണ്ടാകുമ്പോഴാണ് ലൈമൻ സീരീസ് ഉണ്ടാകുന്നത്. അപ്പോൾ വ്യക്തമല്ലേ എത്ര ഓർബിറ്റാണ് ഉള്ളത്? ഒരു ഓർബിറ്റ് അല്ല, നമ്പർ ഓഫ് ഓർബിറ്റ്. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പം നമ്പർ ഓഫ് ഓർബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിന് ഒരു പ്രത്യേക ഓർബിറ്റ് കാണും, അതിൽ മാത്രമേ ചലിക്കാൻ പാടുള്ളൂ. Electrons cannot revolve in all possible orbits but only in specified orbits satisfying quantum conditions. അപ്പോൾ ഓരോ ഓർബിറ്റും ചലിക്കുമ്പോൾ അതിന് ചില ക്വാണ്ടം കണ്ടീഷൻ ഉണ്ട്, അതനുസരിച്ച് മാത്രമേ ഇലക്ട്രോണിൽ ചലിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത് അലൗഡ് ഓർബിറ്റ്സ്. Allowed orbits are those in which the angular momentum of the electron is an integral multiple of h/2π, where h is a Planck's constant. അപ്പം ഇങ്ങനെ ഒരു സ്പെസിഫൈഡ് ഓർബിറ്റ് ചലിക്കുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. ആ ഓർബിറ്റ് എങ്ങനെ ഇരിക്കും? ആ ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം
h/2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം h/2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ആ വാല്യൂ നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. 6.626 ഇൻറ്റു 10⁻³ ജൂൾ സെക്കൻഡ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. 6.626 ഇൻറ്റു 10⁻³ ജൂൾ സെക്കൻഡ്. അപ്പോൾ ഈ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം h/2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പോൾ അതാണ് ഇവിടെ ഇരിക്കുന്നത്. L is equal to n h/2π. അതൊരു സെക്കൻഡ് പോസ്റ്റുലേറ്റാണ്. ഇനി തേർഡ് പോസ്റ്റുലേറ്റ്. When the electron revolves in any of the allowed orbits, it does not radiate energy. അനുവദനീയ ഓർബിറ്റിലൂടെ ചലിക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യത്തില്ല. When the electron is revolving in any of the allowed orbits, it does not radiate energy. ഇനി എപ്പോഴാണ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്? അത് അടുത്തതിൽ പറയുന്നുണ്ട്. Radiation of energy takes place when an electron jumps from orbit of higher energy to one of lower energy. Then the difference in energy between the two states is radiated as a quantum of energy h nu. You write as nu. V എല്ലാം ന്യൂ ആണ് കേട്ടോ. ന്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വി എഴുതുന്ന പോലെയാണ്, അല്പം ഇടത്തോട് ചലിച്ചതാണ്. h nu വേറെ ന്യൂ യു ഹാവ് ടു റൈറ്റ് ദർ ന്യൂ. ന്യൂ വി പോലെ എഴുതും, പക്ഷേ നമ്മളൊരു ഒരു ചെറിയ ചരിവ് ഇടത്തോട് കൊടുക്കണം. വേർ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. That is W2 minus W1 is h nu. That's the postulate. W1 is the lowest energy and W2 is the highest energy. Nu is the frequency of photon emitted. Nu is the frequency of photon emitted. Important results of Bohr model of a atom. Important results of Bohr model of a atom. അപ്പോൾ ബോർ മോഡലിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡെറിവേഷനാണ് പഠിക്കേണ്ടത്. ഓർബിറ്റൽ വെലോസിറ്റി v = e²/2ε0nh. ഇതെല്ലാം എച്ചാറ്റത്തിലെ വെലോസിറ്റിയാണ് പറയുന്നത് ഇലക്ട്രോണിൻ്റെ. നോക്കി, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റിന് പ്രത്യേകം വെലോസിറ്റി ഒന്നും ഇല്ലല്ലോ. അവിടെ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ ചെയ്യുന്നത് the velocity of electron in that orbit എന്നാണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? The velocity of electron revolving in that particular orbit എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇലക്ട്രോണിന് വെലോസിറ്റി ഉള്ളത് അല്ലാതെ ഓർബിറ്റിന് വെലോസിറ്റി ഇല്ല. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി മീൻസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. ഇപ്പോൾ എച്ചാറ്റമാണെങ്കിൽ v = e²/2ε0nh എന്നാണ്. ഈ ഇലക്ട്രോണിക് ചാർജ് ε0 permit with a free space. N is the number of the orbit, first, second, third, etc. And h is the Planck's constant. Orbital radius of a particular orbit. R is ε0 n²h²/πm². N is the number of the orbit. And the small m is mass of electron. And E is electronic charge. Orbital energy W is equal to -m e⁻⁴/8ε0² -m e⁻⁴/8ε0² അപ്പം ഇത് എച്ചാറ്റത്തിൻ്റെ കേസാണ്. ഹൈറാറ്റത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എവിടെയെല്ലാം e² ഉണ്ട് അവിടെ z e² എഴുതേണ്ടി വരും. z e². എച്ചാറ്റത്തിന് z1 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. ഹൈറാറ്റത്തിന് ഇതേ ഫോർമുല എഴുതുമ്പോൾ z ചേർക്കണം. അത് നമ്മൾ ചേർത്ത് പുറകെ പറയുന്നുണ്ട്. തൽക്കാലം ഇത്രയാണ് പഠിക്കേണ്ടത്. അത് ബൈഹാർട്ട് പഠിക്കുകയും വേണം. v = e²/2ε0nh. R is ε0 n²h²/πm². W energy, orbital energy, -m(e⁻⁴/8ε0²n². If you want to write any of these expressions for higher atom in the place of e², you have to write z(d²). Z is atomic number. So when we write the last expression, there is e⁻⁴. The meaning is there we have to write z² e⁻⁴. e² is z². Therefore e⁻⁴ is z² e⁻⁴. So we start the derivation.
The first one is orbital velocity. ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു പടം വരച്ചിട്ടുണ്ട്. ഈ പടം വരച്ചിരിക്കുന്ന ഒരു എച്ചാരത്തിലെ പടമാണ്. ന്യൂക്ലിയസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് O, ന്യൂക്ലിയസ്, പിന്നെ റേഡിയസ് എക്സ് ആണ്, റേഡിയസ് എക്സ്. ഒരു ഇലക്ട്രോൺ കറങ്ങുന്നത് ഒരു ആരോ ഇട്ടൊക്കെ കാണിക്കാം. ഇലക്ട്രോൺ ഇസ് റിവോൾവിങ്. ഇപ്പോൾ ന്യൂക്ലിയസിൽ ചാർജ് ഹയർ ആറ്റം ആണെങ്കിൽ ZD, പിന്നെ എച്ച് ആറ്റം ആണെങ്കിൽ E മാത്രമേ കാണുള്ളൂ, പ്ലസ് E മാത്രമേ കാണുള്ളൂ. എച്ച് ആറ്റം ആണെങ്കിൽ ആ ഓയിൽ പ്ലസ് E മാത്രം, ഹയർ ആറ്റം ആണെങ്കിൽ ZD കാണും, Z പ്രോട്ടോൺസ് കാണും. അപ്പോൾ ഇത് ഒരു ഹയർ ആറ്റത്തിൻ്റെ പടമാണ്. നിങ്ങൾ എച്ച് ആറ്റത്തിനെ വരച്ചാലും മതി. എച്ച് ആറ്റം വരയ്ക്കുമ്പോൾ നടുക്ക് ഒരു പ്ലസ് E, പിന്നെ ഓർബിറ്റിൽ ഒരു മൈനസ് ഇലക്ട്രോൺ, ആർ റേഡിയസ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി E²/2ε0NH എന്നാണ് നമ്മൾ കാണാൻ പോകുന്ന ഇക്വേഷൻ. അപ്പോൾ അത് ഈ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അതിന് കണ്ടീഷൻ ഇതാണ്. ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അതിന് കണ്ടീഷൻ, ഇലക്ട്രോൺ മോഷൻ കണ്ടീഷൻ, ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് സപ്ലൈഡ് by the Coulomb interaction. Centripetal force is supplied by interaction between electron and nucleus. Centripetal force is supplied by Coulomb interaction എന്ന് പറയും. Coulomb interaction. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ്, പ്രോട്ടോൺ ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ കൂളംബ് ഫോഴ്സ് എന്ന് പറയും. Coulomb interaction. So centripetal force is supplied by interaction between electron and nucleus. ഇപ്പോൾ കൂളംബ് ഇൻട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് 1/4πε0 Q1 Q2/r² ആണല്ലോ. Q1 എന്ന് പറഞ്ഞാൽ പ്ലസ് E, Q2 എന്ന് പറഞ്ഞാൽ മൈനസ് ഇലക്ട്രോൺ ചാർജ്. അപ്പോൾ E² എന്ന് വരും /r² ഡിസ്റ്റൻസ്. അപ്പോൾ പ്ലസ് E മൈനസ് E ആണ്. അപ്പോൾ നമ്മൾ മൈനസ് സൈന് സൗകര്യപൂർവ്വം ഒഴിവാക്കുകയാണ്, കാരണം അത് ഡയറക്ഷനാണ് കാണിക്കുന്നത്. സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r ഈസ് 1/4πε0 E²/r². ദാറ്റ് ഈസ് ദി equation for electronic motion in an orbit. First term is centripetal force, term in the LHS, term in the RHS is Coulomb force, and that we calculate using the Coulomb's law. 1/4π F is equal to 1/4πε0 Q1 Q2/r². Q1 is plus A, nucleus charge. Q2 is minus A, electron charge. Minus is omitted. So we get 1/4πε0 E²/r². That equation we modify. So mv²/r we have written. So multiply both sides by r². So we get mv²r. When we multiply by r², 1r cancels. So mv²r is equal to 1/4πε0. Here it is E². Question number 1. And now we apply the Bose postulate. The Bose postulate is MVR, angular momentum. Angular momentum is MVR. L is MVR. MVR is n to respect 2 by equation number 3. Equation number 3. We find 1/3. Equation 1/3. That is V is equal to E²/4πε0 by NH/2π. That is V is equal to E²/4πε0 മറിച്ചിട്ട് വിളിക്കുക 2π by NH. And here pi will cancel, 2 will cancel. We get E²/2ε0 NH. Equation number 3. That is the orbital velocity. So you remember orbital velocity V is equal to E²/2ε0 NH. ഹയർ ആറ്റം ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ E²/ZD² കൊടുക്കണം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ കൊടുക്കുന്നത്. ഫോർ ഹയർ ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ലിഥിയം, ഹീലിയം, ലിഥിയം, ബോറോൺ, സോഡിയം ഒക്കെ പറയാം. അവിടെ പറയുമ്പോൾ V is equal to ZD²/2ε0 NH. Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദി ഹയർ ആറ്റം ഓർ എനി ആറ്റം. അപ്പോൾ ഇതാണ് ഹയർ ആറ്റം ഫോർമുല. V is ZD²/2ε0 NH. So the theory we see here is applicable for H atom and also higher atoms. Second derivation is orbital radius. Orbital radius is the second relation, and that is given with the equation R is equal to epsilon 0 n² h² by pi m² R equal to epsilon 0 n² h² by pi m².
And to get this equation, V square equation number 2, that is MVR equation. You go back and see equation number 2, that V square, M square, V square, R square is N square, H square by 4 pi square, equation number 4. We divide 1 by 4, equation 1 by equation 4. 4 is this equation. Or division we get 1 by mr is equal to E square by 4 pi epsilon 0 into 4 pi square by N square square. That is 1 by mr. That is 1 by mr. You read carefully. That is 1 by mr is equal to pi E square by epsilon 0 N square H square. That is our cross multiply. R is epsilon 0 N square H square by pi m square, equation number 5. And if you want to write this equation for higher atom, we have to put Z square in the denominator. In the place of E square, we have to put Z square in the denominator. That is equation number 5. This is the radius of electron in the nth orbit. Now we come to the last derivation, that is the derivation of orbital energy. Orbital energy. The meaning is energy of electron in the orbit. And energy, total energy W is K plus U. You see, total energy W is K plus U. What is K? Half of V square. And we have, you look here, in the first equation, we can go back and see. In the first equation, we have mv square. mv square is 1 by 4 pi epsilon 0. E square. mv square, first equation is 1 by 4 pi epsilon 0 mv square. So, mv square is 1 by 4 pi epsilon 0 E square by R. Therefore, kinetic energy half of V square is equal to 1 by 8 pi epsilon 0 E square by R. From equation 1, we get kinetic energy half of V square is equal to 1 by 4 pi epsilon 0 E square by R. And that equation is written here. Total energy W is K plus U, where K is kinetic energy and U potential energy. K value we have seen now 1 by 8 pi epsilon 0 E square by R plus potential energy. It is minus 1 by 4 pi epsilon 0 E square by R. You remember, potential energy is the double of kinetic energy. You remember, there is calculation for it. For the time being, it is better to by heart the value. The potential energy is twice of kinetic energy, but the potential is negative. So when we take twice, we have to multiply by 2, so we get 1 by 4 in the place of 1 by 8. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നേരിട്ട് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് കൂളംസ് ലോ വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, 1 by 4 pi epsilon 0 Q by R, ഇപ്പോൾ E by R. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ചാർജ് കൊണ്ട് വീണ്ടും ഗുണിക്കുക, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കാണുന്നതിനും നമ്മൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ കാണാതെ പഠിക്കണം. പൊട്ടൻഷ്യൽ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടുള്ളൂ. അപ്പോൾ അതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ഓർത്താൽ മതി, കൈനറ്റിക് എനർജിയുടെ ഇരട്ടിയാണ് പൊട്ടൻഷ്യൽ എനർജി, മൈനസ് സൈനോടൊന്ന് ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇരട്ടിയാക്കി മൈനസ് സൈനായിട്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നമ്മൾ കോൺ ഫാക്ടർ എടുക്കും, 1 by 8 pi epsilon 0 എടുക്കും. അപ്പോൾ നമുക്ക് E square by R minus 2 E square by R, that is equal to 1 by 8 pi epsilon 0 E square by R into 1 minus 2. Minus is taken out, minus 1 by 8 pi epsilon 0 E square by R, that is W. And this is an expression for orbital energy. And to get another expression, we have to put R. The radius we have studied. The second derivation, this is the radius. That radius we put here. When we put that radius, we get W is equal to minus 1 by 8 pi epsilon 0 E square into pi m E square by epsilon 0 N square H square. On cancelling certain terms, we get W is equal to minus m e raised to 4 by 8 epsilon 0 square N square H square. That is equation number 6. And for higher atom, we have to replace E square by Z E square. So when we replace e raised to 4, we get Z square is e raised to 4. Therefore, for higher atoms,
W equal to minus m z square e raised to 4 by 8 epsilon 0 square square. There may be a question like this. Write an expression for orbital energy and explain symbols. Write an expression for orbital energy in an atom and explain symbols. So this is expression. And when we explain symbols, we have to say m is mass of electron, z is charge of nucleus, E charge of electron, epsilon 0 permittivity of free space equal to 8.85 into 10 raised to minus 12 farad per meter. N number of the orbit, first, second, third, etc. H Planck's constant 6.626 into 10 raised to minus 34 joule second. Putting the values, അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് അതിനകത്ത് കൊടുക്കാം. നമുക്കറിയാവുന്ന വാല്യൂസ് എം, ഇ, എപ്സിലോൺ 0, എച്ച് എല്ലാം സ്റ്റാൻഡേർഡ് വാല്യൂസാണ്. അതെല്ലാം കൊടുത്തിട്ട് ഉത്തരം ജൂളിൽ കിട്ടും. അതിനെ നമ്മൾ ഇ വി ആക്കിയാൽ, ഇലക്ട്രോൺ വോൾട്ട് ആക്കിയാൽ നമുക്ക് കിട്ടുന്നത് W is minus 13.6 by n square EV. ആ മുകളിലുള്ള ഇക്വേഷനകത്ത് ഇയുടെയും എച്ചാറ്റം കണക്ക് കൂട്ടിയാണ്. എച്ചാറ്റത്തിലാണ് കണക്ക് കൂട്ടുന്നത്. എച്ചാറ്റത്തിൽ കണക്ക് കൂട്ടിയാൽ ഈ Z1 കൊടുക്കണം, ഇയുടെ വാല്യൂ കൊടുക്കണം, എപ്സിലോൺ 0 എച്ച് കൊടുത്തിട്ട് കണക്ക് കൂട്ടിയാൽ എച്ചാറ്റത്തിൽ W കിട്ടുന്ന ഉത്തരം minus 13.6 by n square EV എന്ന് കിട്ടും, ഇലക്ട്രോൺ വോൾട്ട്. How do you know? 1 EV is 1.6 into 10 raised to minus 19 joule. 1 EV is 1.6 into 10 raised to minus 19 joule. This is the equation. So we completed the derivation, and this is the essay question for you, and this I have stated in the beginning and again repeating it. Repeating it here. Essay. Long answer question. 15 marks question. Derive expressions for orbital speed, orbital radius, and orbital energy based on Bohr atom model. Short answers, sample short answers. Any number of short answers you can write. Write any two postulates of Bohr atom model. We have written 4 postulates and you have to write any 2. And question number 3, give expression for orbital energy and explain symbols. Orbital energy expression പറഞ്ഞിട്ട് symbols പറയുക. അത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഒരു എസ്സേ പൂർണ്ണമായിട്ടും ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യു റൈറ്റ് ഇൻ എ നോട്ട് ബുക്ക് ക്ലിയർലി, ടേക്കിംഗ് ടൈം, ആൻഡ് സെൻഡ് മീ, വാട്സാപ്പ് മീ ദ ലാസ്റ്റ് പേജ് ഓഫ് യുവർ നോട്ട്സ്. താങ്ക് യു വെരി മച്ച്.